പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവേ, ഇന്നേ ദിവസം നിൻ്റെ സന്നിധിയിലായിരിക്കുവാനും ഈ ദിവികാരുണ്യ ആരാധനയുടെ ശബ്ദത്തിലായിരിക്കുവാനും അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഈ പ്രഭാതം കാണുവാൻ അനുഗ്രഹിച്ച നല്ലവനായ ത്രിത്വിക ദൈവമേ, പരിപൂർണമായ ആരാധനയും സ്തുതിയും പുകഴ്ചയും സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായി ചൊരിയണമേ. അങ്ങയുടെ അതിരുകളില്ലാത്ത കരുണയ്ക്കും കൃപയ്ക്കും പരിപൂർണമായും നന്ദി പറയുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ സമാധാനത്താൽ നിറയട്ടെ. എൻ്റെ ഈ ആരാധന അങ്ങയെ പ്രസാദിപ്പിക്കുന്നതിന് കാരണമായി തീരട്ടെ. മത്തായി 28:20 ഞാനെപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ഈ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിരന്തര സാന്നിധ്യമായ ഈശോയെ നമുക്ക് ആരാധിക്കാം. അവിടുന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്നു. ഈ സാന്നിധ്യം കൊണ്ട് അവിടുന്ന് നമുക്ക് നൽകുന്നൊരു വാഗ്ദാനം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് നിരന്തരം സദാസമയവും നമുക്കായി കാത്തിരിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ഏകാന്തതയുടെ നിമിഷങ്ങളിൽ അവൻ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി നമ്മോടൊപ്പം നടക്കുവാനായി അവൻ സന്നിഹിതനാണ്. പക്ഷെ വെല്ലുവിളി എന്ന് പറയുന്നത് അവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും അവൻ്റെ സന്നിധിയിലായിരിക്കുവാനും അവനെ കൂട്ടിക്കൊണ്ട് നടക്കുവാനും നാം എത്രമാത്രം തയ്യാറാണ് എന്നുള്ളതാണ്. ഞാനിപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയുന്ന മത്തായി 28:20 നൽകുന്ന വലിയ വാഗ്ദാനം നമ്മൾ എത്ര പേർക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അംഗീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, വിശ്വസിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാതികൾ പറയില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്ത, ആരും എന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ള ചിന്ത, ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്ത, ഞാൻ ആർക്കും വേണ്ടാത്തവനാണെന്നുള്ള ചിന്ത, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ ഈശോയുടെ വലിയ വാഗ്ദാനത്തെ നമ്മൾ വിശ്വസിച്ച് അംഗീകരിച്ച് ഏറ്റുപറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ദിവികാരുണ്യ ആരാധനയുടെ സമയത്ത് നമുക്ക് വിശ്വസിച്ച് ഏറ്റുപറയാം, വിശ്വസിച്ച് അംഗീകരിച്ച് ഏറ്റുപറയാം: കർത്താവേ, നീ എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് മത്തായി 28:20 നൽകിയ ആ വചനത്തിൽ പരിപൂർണമായി വിശ്വസിക്കുകയും ഏറ്റുപറയുകയും അങ്ങനെ നിൻ്റെ കൃപയിൽ അനുദിനം ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കൊറിന്ത്യർ 12:9 കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിനക്ക് എൻ്റെ കൃപ മതിയെന്ന് അവിടുന്ന് പറയുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ അസ്വസ്ഥരാകാറില്ലേ? വേദനകളെക്കുറിച്ച്, ലഭിക്കാത്ത നന്മകളെക്കുറിച്ച്, പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല എന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവർക്ക് ലഭിച്ചു എന്നുള്ള വേദനയാണ് പലപ്പോഴും തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. തമ്പുരാൻ നമ്മളോട് എപ്പോഴും പറയുന്ന കാര്യം ഇതാണ്: നിനക്ക് എൻ്റെ കൃപ മതിയെന്ന്. ആ കൃപയിൽ ജീവിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തമ്പുരാനോട് ഇന്ന് ചോദിക്കുന്നത് അവൻ്റെ കൃപയിൽ ജീവിക്കുന്നതിന് പകരം ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്, മാനുഷികമായ ചിന്തകളാണ്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യമാണ് എന്നതുപോലെ തന്നെ
അതെല്ലാം തമ്പുരാൻ നൽകുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ആഴപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ എന്ത് കാര്യം ചെന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ ചോദിച്ചാലും തമ്പുരാൻ ആദ്യം നമ്മോട് പറയുന്നൊരു കാര്യം നിനക്കെൻ്റെ കൃപ മതി എന്നുള്ളതാണ്. ഈശോ എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ നിൻ്റെ കൂടെയുണ്ടല്ലോ. മത്തായി 28:20 അതാണ് എപ്പോഴും നമ്മോട് പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെയുണ്ടല്ലോ എന്ന്. പിന്നെ നിൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അത് എൻ്റെ കൃപ മാത്രം നിനക്ക് മതി എന്ന് പറയുന്ന തമ്പുരാൻ്റെ വലിയ സ്നേഹത്തെ, സംരക്ഷണത്തെ നമുക്ക് പലപ്പോഴും അംഗീകരിക്കാൻ സാധിക്കില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമല്ലോ, ഇതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമൊക്കെ. ആ കണക്ക് കൂട്ടലുകളിൽ പലരോട് നമ്മൾ സഹായം ചോദിക്കും, പലരുടെയും സഹകരണം നമ്മൾ ചോദിക്കും. അപ്പോൾ ചിലർ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ചെയ്തോ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടില്ലേ? ആ വ്യക്തിയെ വിശ്വസിച്ച് നമ്മൾ ആ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം ധൈര്യത്തോടു കൂടി മുന്നോട്ട് ചെയ്യും. കാരണം എന്ത് കുറവ് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചില വാക്കുകൾ കേൾക്കുമ്പോഴും ചിലർ പറയും, എന്നാലും പറ, എന്ത്, എങ്ങനെയാണ്, എപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തു തരിക എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പറയും, ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കൂ, ഞാൻ കൂടെയുണ്ടല്ലോ, എന്ത് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു അധികാരി നമുക്കുണ്ടെങ്കിൽ വലിയൊരു സന്തോഷമാണല്ലേ. അതുപോലെ അതിനേക്കാൾ അപ്പുറമല്ലേ ഈശോ നമ്മോട് പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിനക്കെൻ്റെ കൃപ മതി, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ എന്നുള്ള വലിയൊരു വാഗ്ദാനമാണ് തമ്പുരാൻ നൽകുന്നത്. എന്നിട്ട് സാധാരണ മനുഷ്യർ പറയുന്നത് കേട്ട് നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകാറുണ്ട്. എന്ത് സംഭവിച്ചാലും ബാക്കി അവൻ നോക്കിക്കൊള്ളും, എൻ്റെ അധികാരി നോക്കിക്കൊള്ളും, അല്ലെ എൻ്റെ സുഹൃത്ത് നോക്കിക്കൊള്ളും, അല്ലെ അവൻ എൻ്റെ കൂടെയുണ്ട് എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിക്കുകയും നമുക്ക് പാപങ്ങൾക്ക് പരിഹാരമായി ശരീരത്തിൽ വേദനകൾ ഏറ്റുവാങ്ങുകയും ചെയ്ത ഇപ്പോൾ വീണ്ടും നമ്മുടെ മുമ്പിൽ നമ്മെ ജീവിപ്പിക്കാനായി നമുക്ക് അനുദിന കൃപകൾ നൽകാൻ വേണ്ടി അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈ ഈശോയെ, ദിവ്യകാരുണ്യനാഥനെ വിശ്വസിച്ച് ഏറ്റുപറയാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് തമ്പുരാൻ വീണ്ടും വീണ്ടും നമ്മുടെ ബലഹീനതകളൊക്കെ കൃപ കൊണ്ട് താങ്ങി നിർത്തിയിട്ട് നമ്മുടെ കുറവുകൾ, നമ്മളാരും പരിപൂർണരല്ല എങ്കിലും നമ്മുടെ കുറവുകളൊക്കെ അവിടത്തേക്ക് അറിയാവുന്നത് കൊണ്ടാണ് നമ്മളോട് പറയുന്നത്, നിനക്കെൻ്റെ കൃപ മതി, ഞാൻ നിന്നോടൊപ്പമുണ്ട്. അങ്ങനെ ശക്തി കൈവരിക്കാനുള്ള വലിയൊരു ആഹ്വാനമാണ് നൽകുന്നത്. പലപ്പോഴും നമുക്കെന്നിട്ടും വിശ്വസിക്കാൻ സാധിക്കാത്തതുകൊണ്ട് മത്തായി 19:26 അവിടെ വീണ്ടും നമ്മോട് പറയുന്നുണ്ട്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. വലിയൊരു വാഗ്ദാനം വീണ്ടും നൽകുകയാണ്, വലിയൊരു ഉറപ്പ് നൽകുകയാണ്. മനുഷ്യർക്ക് അസാധ്യമാണ്, പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് വലിയൊരു ഉറപ്പ് തരുകയാണ് തമ്പുരാൻ. മത്തായി 19:26 സാധിക്കുന്നുണ്ടോ വിശ്വസിക്കാൻ? മത്തായി 28:20 ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ടെന്നുള്ള വചനം വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? 2 കൊരിന്ത്യർ 12:9 നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ 2 വചനവും വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും മത്തായി 19:26 ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്നുള്ള വചനമെങ്കിലും വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഇതേ ഉള്ളൂ, ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാത്തതിനാൽ ദൈവത്തിൻ്റെ വചനം നൽകുന്ന കൃപയും അഭിഷേകവും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കാതെ പോവുകയാണ്. ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, മത്തായി 28:20 ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വചനത്തിൻ്റെ വലിയ കൃപയും അഭിഷേകവും ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൽ നൽകണമേ.
2 കൊറിന്ത്യർ 12:9 നിനക്കെൻ്റെ കൃപ മതി എന്നുള്ള വലിയ വചനത്തിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോകുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നുവെന്ന് പേടിയുണ്ടാകുമ്പോൾ, പരീക്ഷകളെ നേരിടാൻ ഭയപ്പെടുമ്പോൾ, അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, കുരിശുകൾ സ്നേഹത്തോടെ വഹിക്കാൻ ഭയപ്പെടുമ്പോൾ, നിനക്കെൻ്റെ കൃപ മതി എന്നുള്ള വചനം എൻ്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കുവാനും അത് വിശ്വസിക്കുവാനുള്ള കൃപ നീ നൽകണമേ. കാരണം മറ്റൊന്നുമല്ല, മത്തായി 19:26 ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന്. എൻ്റെ ഈ ജീവിതത്തിൽ എല്ലാം എനിക്ക് സാധ്യമാക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ നിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. നിൻ്റെ കൃപ മതിയെന്ന് പൂർണ്ണമായും ഞാൻ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യവുമില്ല, ദൈവത്തിന് കടന്നു ചെല്ലാൻ സാധിക്കാത്തൊരു മേഖലകളുമില്ല എന്ന് കർത്താവെ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടിയുള്ള നിൻ്റെ പദ്ധതികളെ പരിപൂർണമായി ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.